ഈ LDF എന്ന ഫോറത്തിലും കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ ഒരു ഫോറത്തിലും തുടരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഗുരുതരമായ ഒരു വിഷയം LDF ഫോറത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ RJD CP അടക്കം, കാരണം ഒരു CPM ഉന്നയിക്കേണ്ട ഒരു വിഷയമാണിത്. RSSുമായ കൂടിക്കാഴ്ച ഒരു നയത്തിന്റെ പ്രശ്നമാണ്. അതിൽ പോലും ആ നിമിഷം പോലും മുഖ്യമന്ത്രി സംരക്ഷണ കവചം ഒരുക്കുകയാണോ ഈ ADGPക്ക്? നിലവിലത്തെ അവസ്ഥയിൽ മുഖ്യമന്ത്രി ADGPക്ക് സംരക്ഷണ കവചം ഒരുക്കി LDF യോഗത്തിൽ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേതാക്കളെല്ലാം തന്നെ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകുമ്പോൾ പോലും നടപടി ഉണ്ടാകുമോ ADGPക്കെതിരെ, ADGPയെ മാറ്റി നിർത്തുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ബിനോയ് വിശ്വമോ അല്ലെങ്കിൽ വർഗീസ് ജോർജ് അടക്കമുള്ള ആരും തയ്യാറാകുന്നില്ല. അതെല്ലാം LDF കൺവീനർ പറയും എന്നുള്ളതാണ് പറയുന്നത്. ആ വാർത്താ സമ്മേളനത്തിലേക്ക് തന്നെയാണ് എല്ലാവരുടെയും ശ്രദ്ധ. നിലവിൽ എന്തായാലും LDF യോഗത്തിൽ ഈ മറ്റ് ഘടകകക്ഷികളെല്ലാം കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുന്നു. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു ഇടതുപക്ഷ നേതാവ്, ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഒരു ADGP ഇനിയും ആ സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്ന് ഇടതുപക്ഷത്തെ പ്രധാന ഘടകകക്ഷികൾ CPI അടക്കം RJD അടക്കമുള്ളവർ അറിയിച്ചു. പക്ഷേ ആ സമയത്ത് പോലും ഒരു സംരക്ഷണ കവചം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റെഫിൻ കൂടിയുണ്ട്. സ്റ്റെഫിൻ, ഈ പുറത്തേക്ക് വരുന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ പ്രതികരണം കേട്ടിട്ട് ADGP MR അജിത് കുമാറിനെതിരെ എന്തെങ്കിലും നടപടി അല്ലെങ്കിൽ P ശശിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയും? അമൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉടൻ ഏതായാലും ഒരു നടപടിയിലേക്ക് കടക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു സമീപനമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ നേതാക്കളുടെ എല്ലാം ഒരു പ്രതികരണം അജണ്ടയിൽ യഥാർത്ഥത്തിൽ ഈ കാര്യം വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട പുറത്തു വന്ന നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അജണ്ടയിൽ വെച്ച് ഈ കാര്യം ചർച്ച ചെയ്യണമെന്നുള്ളൊരു ആവശ്യം ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഒപ്പം അതിനെ CPMും മുഖ്യമന്ത്രിയും ഇപ്പോഴും പ്രതിരോധിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഒരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു അത്ഭുതം എന്നേ പറയാൻ കഴിയുകയുള്ളൂ ഏതായാലും ഈ ഘട്ടത്തിൽ. കാരണം വലിയ തോതിൽ പൊതുസമൂഹത്തിന് മുന്നിലും ഘടകകക്ഷികൾ ഗോവിന്ദമാഷ് അടക്കം മടങ്ങുകയാണ് ഇപ്പോൾ ഈ യോഗം കഴിഞ്ഞ്. ഈ LDFിലെ അതൃപ്തി എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയിൽ പോലും വലിയ അതൃപ്തി ഉണ്ടായ ഒരു വിഷയമാണ്. സ്വാഭാവികമായും ഒരു നടപടി നമ്മൾ ഇന്നത്തെ LDF യോഗത്തിന് ശേഷം പ്രതീക്ഷിച്ചിരുന്നു, MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും. പക്ഷേ ആ രണ്ട് നടപടിയും ഉണ്ടാകുന്നില്ല. അന്വേഷിക്കാം, എന്നിട്ട് കണ്ടെത്താം, അതിനുശേഷം നടപടി എന്നുള്ള നിലപാടിലേക്ക് മാറി എന്ന് തോന്നുന്നു അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ ഏതായാലും നേരത്തെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദൻ തന്നെ പറഞ്ഞത് ഭരണതലത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ ADGP MR അജിത് കുമാറിനെ എതിരെ അടക്കം നടക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം P ശശിക്കെതിരായ ആരോപണങ്ങൾ പാർട്ടി ഒരു ഒളിച്ചുകളി ആദ്യമേ നടത്തിയെന്ന് വരെ നമുക്ക് സംശയം തോന്നുന്നു. കാരണം PV അൻവർ പരാതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൽ P ശശിയുടെ പേരുണ്ടായിരുന്നില്ല. അതായത് അപ്പോഴും P ശശി ഏതെങ്കിലും തരത്തിൽ ഒന്ന് പ്രതിരോധിച്ച് അല്ലെങ്കിൽ പാർട്ടിയുടെ പരിധിയിൽ നിർത്താനുള്ളൊരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായോ എന്നുള്ളൊരു സംശയം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഏതായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ട് മുന്നണിയുടെ ഒരു നിലപാട് എന്താണെന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട മുന്നണി യോഗത്തിൽ RJDയും അതോടൊപ്പം തന്നെ CPIയും അടക്കം കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അവരുടെ നിലപാട് പാർട്ടി ഉൾക്കൊള്ളുമോ അല്ലെങ്കിൽ CPM ഉൾക്കൊള്ളുമോ? CPM ആണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. പ്രത്യേകിച്ചും CPM എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇത്തരത്തിൽ കടുത്ത അതൃപ്തി നേരിടുന്ന ഒരു ADGPയുമായി ഇനിയും മുന്നോട്ട് പോകണമോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ അവസാനം പറഞ്ഞിറങ്ങിയ വർഗീസ് ജോർജ് പ്രതികരണം പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. ആ പ്രതികരണത്തിൽ അവസാനിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണല്ലോ എന്നാണ്. ബാക്കിയെല്ലാം ഇനിയിപ്പോൾ മുന്നണി കൺവീനർ പറയട്ടെ എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടാണോ അല്ല എങ്കിൽ സാധാരണ ഈ LDF എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടുകക്ഷി ഉത്തരവാദിത്വമുണ്ട്. അവിടെ ഒരു ഫോറത്തിൽ ഗുരുതരമായി CPMനെ പോലും അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന RSS ബന്ധമെന്ന നിലപാടുകൾ ഒരു ഭരണകക്ഷി MLA പറയുന്നു. അതിന് സാധുത നൽകിക്കൊണ്ട് ഇന്ന് വളരെ ഗുരുതരമായ സന്ദീപാനന്ദഗിരി കേസ് അട്ടിമറിച്ചതും RSSൽ ഒരു വിങ് പോലീസിൻ്റെതായി പ്രവർത്തിക്കുന്നു. അതിന്റെ തലവനാണ് ഈ ADGP എന്നടക്കം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിലൊരു സാങ്കേതികത്വമാണ് ഈ അന്വേഷണം എന്നത്. ഈ അന്വേഷണത്തിന്റെ നൈതികത പോലും പ്രശ്നമാണ്. അത് അന്വേഷണത്തിന്റെ കീഴിൽ ഈ ADGP തന്നെയാണ് നിൽക്കുന്നത്, ക്രമസമാധാന ചുമതല ഉള്ള ADGPയായി. അപ്പോഴും ഇതൊരു പ്രശ്നമായി കാണാത്ത രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് സമീപനം ഉണ്ടെങ്കിൽ അത് തുടർന്നുള്ള നാളുകളിൽ വലിയ സംശയത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കും പോകില്ലേ? കടുത്തൊരു ഭിന്നതയിലേക്ക് LDFിനുള്ളിലും ഇത് മാറുമോ വരും ദിവസങ്ങളിൽ?
പ്രജീഷ്, സാധാരണ നിലയിൽ CPI ഏതെങ്കിലും CPM എടുക്കുന്ന നിലപാടിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് പോലെ അല്ല ഈ വിഷയം എന്ന് പറയുന്നത് തൃശൂർ പൂരം അടക്കം അലങ്കോലമാക്കി ആ തൃശൂർ സീറ്റിൽ LDF കാലാകാലങ്ങളായി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സീറ്റ്, കഴിഞ്ഞ തവണ UDFന്റെ സിറ്റിംഗ് സീറ്റ്, അങ്ങനെയുള്ള ഒരു സീറ്റാണ്. അവിടെ മാറിയും മറിഞ്ഞുമൊക്കെ ലോക്സഭയിലേക്ക് ആളുകൾ പോയിട്ടുള്ള ചരിത്രമുണ്ട്. പക്ഷേ അവിടെ ഒരു BJP സ്ഥാനാർത്ഥി വിജയിക്കുന്നു, അതും സുരേഷ് ഗോപി അവിടെ വന്ന് കുറെ കാലം നിന്നതിന് ശേഷം പിന്നീട് അവിടെ സജീവമാകുന്നു. പക്ഷേ അപ്പോൾ പോലും വന്ന സർവേകളിൽ പോലും, മാധ്യമങ്ങളിലടക്കം വന്ന സർവേകളിൽ പോലും അവിടെ ഒരിക്കലും BJPയുടെ വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല, പ്രവചിച്ചിരുന്നില്ല. പക്ഷേ അവിടെ ഒരു വിജയം ഉണ്ടാകുന്നു. ആ വിജയത്തിൽ നിർണായകമായ ഘടകമായി മാറിയത് അവിടുത്തെ പൂരം അലങ്കോലമായി ബന്ധപ്പെട്ടതുമായ വിഷയമാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം വരുന്നു. പിന്നീട് അവിടെ ഈ പൂരത്തിന് മുന്നോടിയായി അവിടെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നൊരു വിവാദം കൂടി ഉയർന്നു വരികയാണ്. അതായത് എടുത്തു പറയേണ്ട കാര്യം, PV അൻവറിന്റെ വെളിപ്പെടുത്തലിന് അപ്പുറത്തേക്ക് PV അൻവർ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ADGP MR അജിത്കുമാറും P ശശിയും പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അതിലും വലിയ പ്രതിരോധത്തിലേക്ക് പാർട്ടിയെ തള്ളിവിട്ടത്, CPM-നെ തള്ളിവിട്ടത് ADGP MR അജിത്കുമാർ ദത്താത്രേയ ഹൊസബളെ എന്ന് പറയുന്ന നേതാവുമായി പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് നടത്തിയ ഒരു കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നതാണ്. അത് പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണമായി ഉന്നയിച്ചപ്പോൾ ആരും നിഷേധിക്കാൻ തയ്യാറായില്ല. പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അടക്കം ആ വിഷയത്തിൽ പുറത്തേക്ക് വന്നു. അത് അംഗീകരിക്കേണ്ടി, അങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വന്നു സർക്കാരിന് പോലും. ആ സംഭവം പുറത്തേക്ക് വന്നതോടുകൂടി CPIക്ക് വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടായി. ഈ പറയുന്ന പുറത്ത് നടക്കുന്ന ചർച്ചകൾ, അതായത് സുനിൽകുമാറിന്റെ തോൽവിക്ക് കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി CPIക്കാർ പോലും ഈ ഒരു വിഷയം പറഞ്ഞു തുടങ്ങി. സ്വാഭാവികമായും നടപടിയിലേക്ക് പോവുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് നമുക്ക് തോന്നി. ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ് MR അജിത്കുമാർ. സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുടെയും ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷ ഒരുക്കേണ്ട ആൾക്കെതിരെ ഇത്ര വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. ഒരു പൂരം അലങ്കോലമാക്കി എന്നതടക്കം, സ്വർണ്ണക്കടത്തിലെ ആരോപണമടക്കം, അതോടൊപ്പം തന്നെ ഒരു കൊലയാളി എന്നാണ് ഒരു ഭരണപക്ഷ MLA വിശേഷിപ്പിച്ചത്. ദാവൂദ് ഇബ്രാഹിമിനെ റോൾ മോഡലായി കൊണ്ടു നടക്കുന്ന ഒരാളെന്ന് PV അൻവറിനെ പോലെ RJD CPI ഈ രണ്ട് പാർട്ടികളുമാണോ ഈ നിലപാട് ശക്തമായി ഇന്ന് ഈ വേദിയിൽ ഉന്നയിച്ചത്? മറ്റ് ചെറു ഘടകകക്ഷികളുടെയൊക്കെ നിലപാട് അവർ നേതാക്കന്മാർ എന്താണ് പറഞ്ഞത്? പ്രതീക്ഷ, നമുക്ക് LDF യോഗത്തിനകത്തു നിന്നും പുറത്തേക്ക് വന്ന നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, RJD ആണ് ഈ വിഷയം ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത്. ഈ വിഷയം അജണ്ടയിൽ ഇല്ലാത്ത വിഷയമായിരുന്നു. അജണ്ടയിൽ ഉണ്ടായിരുന്നത് ചേലക്കര, പാലക്കാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യവും മറ്റ് വയനാട് പുനരധിവാസം അടക്കമുള്ള മറ്റ് പല വിഷയങ്ങളുമായിരുന്നു അജണ്ടയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ RJD കൃത്യമായി തന്നെ ഈ യോഗത്തിൽ ഒരു നിലപാടെടുത്തു. ഈ സംസ്ഥാനത്തെ ഇന്ന് ഏറ്റവും സജീവമായി ചർച്ചയായി നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് ADGP MR അജിത്കുമാറിന്റെ ഒരു കൂടിക്കാഴ്ച വിവാദമാണ്. മാത്രമല്ല ADGP-യും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോയാൽ സമൂഹത്തിൽ വിശ്വാസം നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ ഈ മുന്നണിക്കാവില്ല എന്നൊരു കാര്യം RJD യോഗത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു. അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണെങ്കിൽ കൂടി അജണ്ടയിൽ ഉൾപ്പെടുത്തി ADGP MR അജിത്കുമാറിനും P ശശിക്കുമെതിരായ വിഷയം കൂടി ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു RJD-യുടെ നിലപാട്. പക്ഷേ അങ്ങനെ ആ അജണ്ടയിൽ ഉൾപ്പെടുത്തിയ ആ വിഷയത്തിൽ വിശദമായ ചർച്ചയൊന്നും നടന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. RJD എടുത്ത ഒരു കടുത്ത നിലപാട് പോലും, അല്ലെങ്കിൽ ശക്തമായൊരു നിലപാട് പോലും ഈ വിഷയത്തിൽ CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്ന പ്രതികരണം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനോയ് വിശ്വത്തെ പോലെയുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്ന പലപ്പോഴും ഈ മുന്നണിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പുഴുക്കത്തുകളുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ പ്രതികരണം നടത്തി വിമർശനം ഉന്നയിച്ച് ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുന്ന സംവിധാനമാണ് CPI. പക്ഷേ മുന്നണി യോഗത്തിൽ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ശബ്ദം മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ആ ഒരു നിലപാട് കടുപ്പിച്ച് പറയാൻ CPI തയ്യാറല്ല. പക്ഷേ മുന്നണി യോഗത്തിൽ CPI ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. RJD-യുടെ കടുത്ത നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ മറ്റുള്ള CPM-നെ കൊണ്ട് ഈ വിഷയത്തിൽ ഒരു നിലപാട് ആ യോഗത്തെ അറിയിക്കാൻ തയ്യാറായത്. CPM അറിയിച്ച നിലപാട് രാമകൃഷ്ണന്റെ വാർത്താ സമ്മേളനം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലും അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ ഇടയില്ലല്ലോ.